ലൈവിൽ ഇപ്പോൾ 2 പേരും പൗഡർ റൂമിൽ വന്നിരിക്കുകയാണ്, നെവിനും അനുമോളും. ഇത്ര അടുത്തായിരുന്നു മിറർ ഇരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാമായിരുന്നു. അനുമോൾ പറയുകയാണേ, ഞാനൊന്നും കണ്ടില്ല, ഞാൻ കുറച്ച് കോൺഷ്യസ് ആയി പോയായിരുന്നു. നെവിൻ പറയുകയാണേ, എൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നു, ഞാനൊന്നും കണ്ടില്ല, പിന്നെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു, എന്ത് പറയണം. പക്ഷേ ഇങ്ങനെ ഇരുന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാമായിരുന്നെന്ന് പറയുന്നുണ്ട്. കരയില്ല എന്ന് ഉറപ്പിച്ചിട്ട് പോയതായി ഇവിടുന്ന്, പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് കരഞ്ഞുപോയി. ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ തീരുമാനിച്ചു, നോ, കരയില്ല ഞാൻ. നെവിൻ പറയാം. അനുമോൾ പതിഞ്ഞ സ്വരത്തിൽ മിറർ നോക്കി ഓരോന്ന് പറയുന്നുണ്ട്. നീ എടുത്ത എഫേർട്ടിലൂടെ, നീ അനുഭവിച്ച കഷ്ടപ്പാടിലൂടെ. അപ്പോഴത്തേനും നെവിൻ അടുത്തിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, മുടി ഭയങ്കരമായിട്ട് ചുരുണ്ട് പോയി പണ്ടത്തെക്കാളിലും. അനുമോൾ പറയാം, എനിക്ക് കണ്ണാടി നോക്കി സംസാരിക്കാൻ തോന്നുമോ ഇപ്പം? എന്തിനാ അതെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത്, നിനക്ക് തോന്നാറില്ലേ? ഇപ്പം പോയിട്ട് വന്നതിന് ശേഷം നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഇല്ലെന്ന് നെവിൻ പറയുന്നു. അനുമോൾ മിറർ നോക്കി പറയുന്നുണ്ട്, നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് വ്യക്തികളുണ്ട്, സ്നേഹം മാത്രം തിരിച്ചറിയുക. നിനക്കൊരു നല്ല അമ്മയുണ്ട്, നല്ല അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, മോനുണ്ട്. നെവിൻ അടുത്തിരുന്ന് പറയുന്നുണ്ട്, അതെ. അപ്പം അനുമോൾ വീണ്ടും പറയുന്നു, നിന്നെ സ്നേഹിക്കാൻ മാത്രം ഒരുപാട് ആൾക്കാരുണ്ട്, സ്നേഹിക്കാത്ത ആൾക്കാരെ തിരിച്ചറിയണ്ട, നോക്കണ്ട. അതിനും നെവിൻ മറുപടി പറയുന്നു, അതെ. സ്നേഹിക്കാത്ത ആൾക്കാരെ മൈൻഡേ ചെയ്യരുത്, കുറ്റം പറയുന്ന ആൾക്കാരെ മൈൻഡേ ചെയ്യരുത്. ഇല്ലെന്ന് നെവിൻ പറയുന്നുണ്ട് അടുത്തിരുന്ന്. വീണ്ടും അനുമോൾ പറയുന്നുണ്ട്, നീ നിൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള എഫേർട്ടും കഷ്ടപ്പാടും എല്ലാം ഒന്ന് ഓർത്ത് വെക്കും മനസ്സിൽ. എന്തൊക്കെ നേരിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് നെവിൻ മറുപടി പറയുന്നു, തീർച്ചയായിട്ടും അതൊക്കെ നീ ഒന്ന് വിലയിരുത്തുന്ന അനുമോൾ പറയുന്നു. ബാക്കി ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത്. നെവിൻ പറയാം, അവരോടൊക്കെ പോകാൻ പറ. വീണ്ടും അനുമോൾ പറയുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ തളർത്താൻ നോക്കും, പക്ഷേ തളരരുത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് മിററിൽ നോക്കി പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയാം, ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്താണ് പറയുന്നതെന്ന്. ഞാൻ എൻ്റെ അടുത്താണ് പറഞ്ഞതെന്ന് അനുമോൾ പറഞ്ഞപ്പോൾ നെവിൻ പറയാം, ഛേ, നീ നിന്നെ തന്നെ സ്നേഹിക്കണം, നിന്നെപ്പോലെ ഒന്നേ കാണൂ.